أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. വേദിയെ ധന്യമാക്കി ഒരു പ്രൗഢോജ്വല പ്രഭാഷണം നടത്തി മഹത്തുക്കളെ സ്മരിക്കുന്നതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും പണ്ഡിതോചിതമായി നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടിയ അഭിവന്ദനായ ഉസ്താദ് അബ്ദുൽ ഗഫൂർ ദാരിമി അവർകളെ, ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ, ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഉമറാഇൻ്റെ എല്ലാ ഗരിമയും പേറുന്ന ബഹുമാന്യനായ ബാപ്പു ഹാജി, ഞാനടക്കം ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോയ ഞങ്ങൾക്കൊക്കെ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചു തന്ന് ശാസിച്ചും ശിക്ഷിച്ചും അദബിൻ്റെ ബാലപാഠങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്ന, ഏറെ ആദരവോടെ ഞങ്ങളൊക്കെ കാണുന്ന, ഞങ്ങൾ കാണേണ്ട അഭിവന്ദ്യ ഗുരു ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ അവർകളെ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് ഇപ്പോൾ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട KV എന്ന ദ്വയാക്ഷരത്തിലൂടെ ഞങ്ങളൊക്കെ സ്മരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യതീംഖാനയുടെ ട്രഷറർ സ്ഥാനത്തിരിക്കുന്ന ബാപ്പായിക്ക, അതേപോലെ വേദിയിലെ മറ്റ് ഉസ്താദന്മാർ, എൻ്റെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ വെള്ളേരി മുഹമ്മദ് മുസ്ലിയാർ, അഷ്റഫ് അസ്ലമി കരുവമ്പുയിൽ, അതേപോലെ ഷുക്കൂർ കരുവമ്പുയിൽ, സദസ്സിലുള്ള സൈനുദ്ദീൻ, സെയ്ദു തുടങ്ങി പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട വായിച്ചയാക്കയുടെ പൊന്നോമന പുത്രൻ, അല്പം മുമ്പ് വാപ്പാക്ക പറഞ്ഞ ആ കവിളും കണ്ണും കാതും സമന്വയിപ്പിച്ച് ആകാര സൗഷ്ഠവും ഉണ്ട അള്ളാഹു കനിഞ്ഞരുകിയ വ്യക്തിത്വം പ്രിയപ്പെട്ട അജ്മൽ അടക്കം സദസ്സിലുള്ള മുതഅല്ലിമീങ്ങൾ, കാരണവന്മാർ, ഈ സ്ഥാപനത്തിലെ പണ്ഡിതന്മാർ, പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സൗഹൃദം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. അല്ലാഹു അർശിന്റെ തണൽ ലഭ്യമാകുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദിന്റെ, ഗഫൂർ ദാരിമി ഉസ്താദിന്റെ പ്രസംഗം വളരെ ശ്രദ്ധാപൂർവം കുറെ കാലത്തിന് ശേഷം ഒരു പണ്ഡിതോചിതമായ പ്രഭാഷണം സാഹൂദം വീക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അത് തീർത്തും ഞാൻ മുതലാക്കുകയായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, ഈ ഉമ്മത്തിന് ദിശാബോധം നൽകാനുള്ള തൗഫീഖുമൊക്കെ അവർക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ ഈ പ്രസംഗ പീഠത്തിൽ എത്തുന്നതിന് മുമ്പ് എന്നെ കുറിച്ച് അർപ്പിച്ച ചില വാചകങ്ങളോട് നന്ദിയുണ്ടെങ്കിൽ തന്നെയും അത്രയൊന്നും ഗാംഭീര്യത്തിൽ എത്തത്തക്ക വിധമുള്ള ഒരു പ്രഭാഷണത്തിനല്ല ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത്. മറിച്ച് ഈ സ്ഥാപനത്തോടുള്ള കൂറും കടപ്പാടും ജീവിതാന്ത്യം വരെ നിലനിർത്തണമെന്ന ഒരു ഉൾക്കടൽ അഭിലാഷം, മനസ്സിന്റെ ഉള്ളിലുള്ള അഭിലാഷം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് 36 കിലോമീറ്റർ താണ്ടി മമ്പാട് നിന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്നത്. ഈ ഒരു കെട്ടിടത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞങ്ങളൊക്കെ പിച്ചവെച്ച, ഞങ്ങൾക്കൊക്കെ ഇൽമ പകർന്നു നൽകിയ വലിയ ഒരു സമുച്ചയത്തിന്റെ ഹാളാണിത്. ഇതിപ്പോ കേവലം പഴയ ഒരു ഓടുമേഞ്ഞ ഒരു പുരയാണെങ്കിൽ തന്നെയും ഞങ്ങളൊക്കെ ഇതിനെ വളരെ വലിയ മഹത്വത്തോടു കൂടിയാണ് കാണുന്നത്. ഇതിലും ശോഷിച്ച ഒരു അവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മഹാനായ മർഹൂം വായിച്ചാക്ക നമ്മളെ എത്തിച്ചത്, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ സ്മരിക്കുവാൻ ഏറെയുണ്ട്, ഏറെ വായിച്ചിട്ടുണ്ട്, ഏറെ കേട്ടിട്ടുണ്ട്. ആ ചേർത്ത് പിടിക്കലിന്റെ സ്നേഹം നുകരാത്ത ഒരൊറ്റ വിദ്യാർത്ഥിയും എളംവരം യതീംഖാനയിൽ ഉണ്ടായിട്ടില്ല. 1977 മുതൽ
1982 മാർച്ച് വരെ നീണ്ട 5 വർഷക്കാലം ഈ സ്ഥാപനത്തിന്റെ ഉപ്പും ചോറും തിന്ന് കഷ്ടപ്പാടുകളും പരിമിതികളും ഒക്കെ ഉണ്ടായിട്ടും അതൊക്കെ അടക്കി വെച്ച് ഒതുക്കി വെച്ച് മഹാനായ മർഹൂം വായിച്ചാക്കയുടെ കരസ്പർശനത്തിന് വേണ്ടി കൊതിച്ചിരുന്ന വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ. ഞാനൊന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഞാനൊക്കെ പഠിച്ചിരുന്ന ആ കാലത്ത് വായിച്ചാക്ക് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു മനസ്സിനൊരു ഇമ്പം വന്നിരുന്നത്. ഒന്ന്, അള്ളാഹു അദ്ദേഹത്തിന് കനിഞ്ഞരുളിയ ആകാര സൗഷ്ടം തന്നെയായിരുന്നു, ഗാംഭീര്യം. ആ തൂവെള്ള വസ്ത്രധാരിയായി തൊടുത്ത കവിളുമായി മന്ദം മന്ദം ഒരു കൈ കൊണ്ട് തുണി മുന്നോട്ട് പിടിച്ച് ആഞ്ഞു പിടിച്ച് അദ്ദേഹം വരുന്ന ആ ഒരു നടപ്പുണ്ട്. ഞങ്ങളൊക്കെ ദൂരെ നിന്ന് വായിച്ചേക്ക എന്നിങ്ങനെ ആമോദപൂർവ്വം പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. മാനേജർ എന്ന ആലി സാഹിബാണ്, KO ആലിയാക്കയാണ്. സദുർസ്ഥാനം നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെയാണ്, മുഹമ്മദ് മുസ്ലിയാർ തന്നെയാണ്. പക്ഷെ അവർക്കൊക്കെ അവരുടേതായ രീതിയിൽ കുട്ടികളെ നിയന്ത്രിക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ട് അല്പസ്വല്പം പരുക്കൻ സ്വഭാവം അവർക്ക് തീർത്തും അനിവാര്യമായതിനാൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് ഈ വിധത്തിൽ ഞങ്ങളൊക്കെ എത്തിച്ചേർന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടാവും. അവരവരുടെ ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ അതിനനുസരിച്ച് കുട്ടികളുമായി ബന്ധം സ്ഥാപിക്കേണ്ടതായി വരും. വായിച്ചാക തീർത്തും വ്യത്യസ്തനായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി അനുസ്മരിച്ചപ്പോഴും ദാരിമി ഉസ്താദ് അനുകരിച്ചപ്പോഴും പറയുന്നത്, എവിടെയൊക്കെ പോവുകയാണെങ്കിലും ഒരു തലപ്പാവുധാരിയെ കണ്ടാൽ അല്ലെങ്കിൽ തൂവെള്ള വസ്ത്രധാരിയെ കണ്ടാൽ വണ്ടിയിലുള്ളവനോട് ബ്രേക്കിൽ അമർത്താനും ആ കുട്ടിയുടെ കരം ഗ്രഹിച്ച് ഒന്നുകിൽ ആ കുട്ടിയിലേക്ക് ഒന്ന് അടുത്തിരുന്ന് ആ കുട്ടിയെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ആ കുട്ടിയെടുത്ത് തന്റെ വണ്ടിയിൽ കയറ്റി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും ഇറങ്ങാൻ നേരത്ത് ആ കുട്ടിക്ക് സ്നേഹസ്മരണമായി എന്തെങ്കിലും ഒരു കൈമടക്ക് കൊടുക്കാനും അദ്ദേഹം വ്യഗ്രത കാണിച്ചു എന്ന് പലരും പറഞ്ഞും എഴുതിയും കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അദ്ദേഹം ചെയ്ത സുഹൃതങ്ങൾ നിരവധിയാണ്. ആ സുഹൃതങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന ഉറച്ച വിശ്വാസമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ് നാം പഠിച്ചത്. ആ അഖീദയിൽ ഊന്നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനം വേണ്ടത്. പക്ഷേ ഖേദകരമെന്ന് പറയാം, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മുടെ സ്ഥാപനത്തിനെതിരെ ചില നീക്കങ്ങൾ നടത്തി എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഖേദത്തോടുകൂടി തന്നെയാണ് കാര്യം ഇവിടെ സ്മരിക്കുന്നത്. ഒരു വേള ഞാൻ പോലും അതിൽ പെട്ടുപോയിരുന്നു എന്നതും ശരി തന്നെയാണ്. പക്ഷേ തിരിച്ചറിവ് നമ്മുടെ നിലപാടുകളെ പലപ്പോഴും നമുക്ക് മാറ്റി പറയേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങളെ നാം സ്വാംശീകരിക്കുമ്പോൾ അതില്ലെങ്കിൽ വസ്തുത അറിയുമ്പോൾ നാം അത് ഉൾക്കൊള്ളാൻ തയ്യാറാവും, അല്ലെങ്കിൽ തയ്യാറാവണം. അതാണ് ശരി. അതല്ലാതെ കണ്ട് പഠിച്ച മാതൃസ്ഥാപനത്തെ കുറിച്ച് വില കുറച്ച പ്രചരണങ്ങൾ നടത്തുക എന്നത് ഒരു ഈമാനിക ബോധമുള്ള മനുഷ്യന്റെ പരിപാടിയല്ല. അങ്ങനെ ആവാൻ പാടില്ല. എന്തുകൊണ്ടോ ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ചുരുക്കം ചില ആളുകളിൽ നിന്ന് മാത്രം അള്ളാഹു അവർക്കും നമുക്കുമൊക്കെ ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാനും അതിൽ പെട്ടുപോയി 1-2 വാചകങ്ങളിലൂടെ പരപ്പത്ത് വെച്ച് പറയുകയുണ്ടായി. ഖേദകരെന്ന് പറയട്ടെ, ആ ഒരു പ്രസംഗ ശകലം ചില ഗ്രൂപ്പുകളിലൂടെ ഓടി അങ്ങനെ ചില തെറ്റിദ്ധാരണകളൊക്കെ മനുഷ്യരുടെ മനസ്സിൽ ഇടം നേടി എന്നറിയാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ ഖേദം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ബോധം നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഊനിൽ അല്ലാഹു തആല പറയുന്നത്, ഫദാലിക്കല്ലദി അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീനി ഫദാലിക്കല്ലദി യദ്ഉൽ യതീം. ദീനിനെ കളവാക്കുന്നവരുടെ കൂട്ടത്തിലാണ് യതീം മക്കളെ കുറിച്ച്, അല്ലെങ്കിൽ യതീം മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അവരെ വളർത്തി വലുതാകുന്ന സമുച്ചയങ്ങളെ കുറിച്ച് ഇല്ലായ്മ പ്രചരിപ്പിക്കുക എന്നത് ഒരുപക്ഷെ ദീനിനെ കളവാക്കാൻ കാരണമായേക്കാം എന്നല്ല, കാരണമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ചില സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില തെറ്റുകൾ ശരികേടുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതായി വരും, ചൂണ്ടിക്കാണിക്കേണ്ടതുമുണ്ട്. പക്ഷെ എന്ന് കരുതി നാം പഠിച്ചു പോകുന്ന സ്ഥാപനത്തെ ഈഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നത് മിതമായി പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ ഒരു പരിപാടിയാണ്. അതിനൊരിക്കലും നമ്മൾ ആരും, ഞാനടക്കമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ആരും അതിൽ ഉൾക്കൊള്ളാൻ പാടില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു നിലക്കും നമ്മൾ, ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, നടത്തിപ്പുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ജീവനക്കാരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കണ്ടെത്തണം, തിരുത്തണം, അറിയേണ്ടവരെ അറിയിക്കണം, ബോധ്യപ്പെടുത്തണം, നിയമപരമായ വഴികളെ നാം ഉൾക്കൊള്ളണം. അതൊക്കെ അവലംബിക്കാൻ ഈ രാജ്യത്ത് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ
അതൊന്നുമല്ലാതെ എവിടെയെങ്കിലും പല പരിപാടികളും നടക്കുമ്പോൾ അവിടെ ആളെ വിളിച്ചു കൂട്ടി എളമനം ബെത്തിങ്ങാനിൽ ഇന്നത് നടക്കുന്നു, അല്ലെങ്കിൽ എളമനം ബെത്തിങ്ങാനിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടരുത് എന്ന് പോലും തോന്നത്തക്ക രീതിയിൽ ചില പ്രചരണങ്ങൾ നടത്തി എന്നത് വളരെ ഖേദകരമാണ്. തിരുത്തേണ്ടവർ തിരുത്തണം, തിരുത്തിയേ മതിയാവൂ എന്നാണ് ഇൻഷാ അല്ലാഹ് ഈ വിനീതനടക്കം ഇവിടെ കൂടിയ പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തെ നെഞ്ചേറ്റാനായി തയ്യാറായി വരുന്നുണ്ട്, വരും ഇൻഷാ അല്ലാഹ്. അവരെല്ലാരും നെഞ്ചേറ്റിയവരായിരുന്നു. പക്ഷെ ചില തെറ്റിദ്ധാരണകൾ, സ്ഥാപനത്തിൽ നാം സ്ഥാപിച്ച ഒരു വളരെ മഹനീയമായ ഒരു കമാനം ഇവിടെ മലർക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും സ്ഥാപനത്തിൽ വന്ന് സ്ഥാപനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാം. ഊർജ്ജസ്വലനായ ഒരു മാനേജറെ ഇപ്പോൾ അവിടെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം തുടരുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള എല്ലാ അവസരവും ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി ഒരുക്കി തന്നിട്ടുണ്ട്. അവരതിൽ ജാഗരൂകരാണ് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ ഈ അവസരത്തിൽ വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് യതീമക്കൾക്ക് ലഭ്യമാവുന്ന ഒരു നയാ പൈസ എങ്ങാനും തടയപ്പെട്ടാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നാം ഉത്തരം പറയേണ്ടതായി വരും എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, നടത്തിപ്പുകാരിൽ അരുതായ്മകൾ ഉണ്ടായേക്കാം. എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അതേ അവസരം സ്ഥാപനത്തെ കുറിച്ച് ഇകഴ്ത്തി മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതോ പൊതു പ്ലാറ്റ്ഫോമിൽ അതിനെ വലിച്ചിഴക്കുന്നതോ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യമില്ലാത്ത വിവരങ്ങൾ നടത്തുന്നതോ ചന്തവ്യമല്ല. അത് ഉത്തരവാദിത്വ ബോധമുള്ള ആളുകളൊക്കെ തിരിച്ചറിയുന്നത് നന്നായിരിക്കുമെന്ന് വളരെ വിനയത്തോടുകൂടി USF-ന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനറൽ ബോഡി എന്ന നിലയിൽ തന്നെ ഞാൻ ഈ അവസരത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വായിച്ചാക്കിലേക്ക് തിരിച്ചു വരാം. 1939 അദ്ദേഹം ജനിച്ചത്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ 1/5/1939. അദ്ദേഹത്തിന്റെ വഫാത്ത് നടക്കുന്നത് 5/1/2017 ഇതുപോലെ ഒരു റബീഉൽ ആഖിർ മാസത്തിലാണ്. 78 വയസ്സ് അദ്ദേഹം ഈ ദുനിയാവിൽ ജീവിച്ചത് അത്രയും സുഹൃതങ്ങൾ കൊണ്ട് കെങ്കേമമാക്കിയാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. പണ്ഡിതന്മാരുമായുള്ള സഹവാസം, സയ്യിദന്മാരുമായുള്ള അടങ്ങാത്ത മുഹബ്ബത്ത്, വിശിഷ്യ പാണക്കാട് കുടുംബത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം, അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ സയ്യിദന്മാർ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റുമാരായി വന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഒരു വേള ഇദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി. ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, രണ്ടുപേരും പാണക്കാട് നിന്ന് തന്നെയാണ്. വായിച്ചാക്കയുടെ ശൈലിയിൽ പറഞ്ഞാൽ പാണക്കാട്ടെ കുട്ടികളാണ്. ആ കുട്ടികൾ തന്നെയാണ് കുറെ കാലങ്ങളായി സ്ഥാപനത്തിന് നേതൃപരമായ പങ്ക് വഹിച്ചു വരുന്നത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കും. നമുക്കൊക്കെ അറിയാം, തങ്ങന്മാരുള്ള അദ്ദേഹത്തിന്റെ മുഹബത്ത് തീർത്താൽ തീരില്ല, പറഞ്ഞാലുണ്ട് അത് കഴിയുകയുമില്ല. അത്രത്തോളം നമ്മെ ചേർത്ത് പിടിച്ച ഒരു മനുഷ്യൻ. ഞാൻ ഓർത്തു പോകുന്ന മമ്പാട് എന്റെ നാട്ടിൽ മർഹൂം അബ്ദുറഹ്മാൻ മാസ്റ്റർ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി ബേപ്പൂര് മണ്ഡലത്തിലൊക്കെ മത്സരിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മരിച്ച സമയത്ത് മമ്പാട് വന്നിരുന്നത് ബഹുമാനപ്പെട്ട വായിച്ചാക്ക മമ്പാട് വന്നിട്ട് മയ്യത്തൊക്കെ കണ്ട് മമ്പാട് അങ്ങാടിക്ക് ഇങ്ങനെ വരും. അങ്ങാടിന്ന് കുറച്ച് ഉള്ളിലായിരുന്നു അബ്ദുറഹ്മാൻ മാസ്റ്ററെ വീട്. മയ്യത്ത് കണ്ടിങ്ങനെ വരുമ്പോഴും ഞാൻ അങ്ങാടിയിൽ ഒരു വരാന്തയിൽ ഇങ്ങനെ നിന്ന് ഇദ്ദേഹത്തെ ആ വരവ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ആ വരവ് ഇങ്ങനെ നോക്കിക്കാണിയായിരുന്നു. വേഗം പോയി കൈ കൊടുക്കാൻ എനിക്ക് അവസരം, പക്ഷെ എനിക്ക് ആ നടത്തൊന്ന് കാണാനുള്ള ഒരു അഭിനിവേശം, മനസ്സിലുള്ള ആ ഒരു സന്തോഷം, ആ വരത്തങ്ങനെ കാണാൻ വേണ്ടി ഞാൻ കുറെ വിട്ടു നിന്ന് അവസാനം ഞാൻ ഓടിയെടുത്ത് അദ്ദേഹവുമായി കുശലാന്വേഷണം കൈ കൊടുത്ത് കുശലാന്വേഷണമൊക്കെ അദ്ദേഹം ചോദിച്ചറിഞ്ഞ് എല്ലാ സന്തോഷം പങ്കുവെച്ചു. അപ്പൊ കുറെ ആളുകൾ എന്നോട് ചോദിച്ചു, ബഹുമാനോട് വായിച്ചാക്കോട് പോയതിനു ശേഷം മമ്പാട്ടിലെ കുറെ ആളുകൾ തടിച്ചുകൂടി എന്നോട് ചോദിച്ചു, ആരാ നിന്നേട്ട് സംസാരിച്ച് അയാൾ എവിടെയല്ല, എന്താ നിന്നേട്ട് ഇങ്ങനെ കൂടുതൽ സംസാരിക്കണം എന്നൊക്കെ വളരെ കൗതുകത്തോടെ എന്നോട് ചോദിച്ച കാര്യമുണ്ട്. ഞാൻ അഭിമാന പുരസ്സരം അവരോട് പറഞ്ഞു, അതെന്റെ രക്ഷിതാവാൻ എനിക്ക് 5 വർഷം ഉപ്പും ചോറും തന്ന ഒരു പരിശുദ്ധമായ കയ്യിലാണ് ഞാൻ പിടിച്ചതെന്ന് വളരെ അഭിമാനത്തോടു കൂടി അവരോട് എനിക്ക് പറയാനുള്ള അവസരമുണ്ടായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറം വെളിച്ചായി കൊടുക്കട്ടെ. പിന്നെ പറയാനുള്ളത് കണ്ണിയത്ത് ഉസ്താദുമായുള്ള ബന്ധം. ഇവിടെ ബഹുമാനപ്പെട്ട ബാപ്പുവാജി അത് വിശദീകരിച്ചു, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. അതേപോലെ കണ്ണിയത്ത് ഉസ്താദ് എന്നല്ല, ശംസുൽ ഉലമ എന്നല്ല, അതേപോലെ ശുഗപുരം ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, കോട്ടുമല ഉസ്താദ്, പിന്നെ പാണക്കാട് സാദാത്യങ്ങൾ, ഇവരുമായുള്ള ഒക്കെ അദ്ദേഹത്തിന്റെ ബന്ധം, ചെറുശ്ശേരി ഉസ്താദ് അടക്കം
അസ്ഹരി തങ്ങൾ അടക്കം, മഹാനായ മർഹൂം CM വലിയുല്ലാഹി അടക്കം അദ്ദേഹം സ്ഥാപിച്ച ആത്മീയ ബന്ധം നാം ഒക്കെ അറിയുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പാണ്ഡിത്യം, ഇസ്ലാമികമായ പാണ്ഡിത്യം, ഭൗതികമായ വിദ്യാഭ്യാസമൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അല്പം കുറവാണെങ്കിൽ തന്നെയും ഈ സുഹ്ബത്ത് മുഖേന, ഇവരുമായുള്ള ഈ ബന്ധം മുഖേന അദ്ദേഹം ഈ ദുനിയാവിൽ എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ നേടിയെടുത്തിരുന്നു എന്നതാണ് വാസ്തവം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന് സ്വർഗപ്രവേശം സാധ്യമാക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ദുആ ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ച് 2019 യതീംഖാനെ BTMO സ്കൂൾ UP സ്കൂളിലെ പ്രവർത്തകരും ചേർന്ന് സ്മരണിക പുറത്തിരിക്കുന്നു. വായിച്ചാക്ക എന്നായിരുന്നു അതിന്റെ പേര്. ഞാനിന്ന് ഈ പരിപാടിക്ക് ഇങ്ങോട്ട് വരാൻ സമയത്ത് വീട്ടിലാകെ തപ്പി എവിടെയോ ഞാൻ ആ പുസ്തകം കൊണ്ടുവച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാല് കൊണ്ടുവച്ച് നമ്മളൊക്കെ ഒരു പൊതുബോധം അങ്ങനെയാണല്ലോ. ഇപ്പോ വായന വളരെ കുറഞ്ഞൊരു കാലത്തിൽ നമ്മൾ ജീവിക്കണത്. അതുകൊണ്ട് ഇന്നലെ ഫുള്ളായിട്ട് വീട്ടിലെ റാക്കുകളൊക്കെ അരിച്ചു പെറുക്കി അവസാന ഭംഗിയുള്ള കവർ ചിത്രം അടങ്ങിയ വായിച്ചാക ഞാൻ പുറത്തെടുത്ത് കയ്യിലെടുത്തൊന്ന് വായിച്ചു. ഞാൻ സത്യത്തിൽ ഇവിടെ ജലാലി ഉസ്താദ് തന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഓരോ വിദ്യാർത്ഥികളെ അദ്ദേഹം ഫോൺ ചെയ്ത് പ്രത്യേകം ക്ഷണിച്ചു കാണാം. പ്രത്യേകം ക്ഷണിച്ചിട്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കമാനം മലക്കർ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വരാം. ബഹുമാനയുടെ ഉസ്താദിന്റെ അതേപോലെ ബഹുമാനയുടെ ഉസ്താദും എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും ഈ സ്ഥാപനത്തിലേക്ക് വരാം എന്നല്ല. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിലാളനയേറ്റ് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് JDT ആവട്ടെ, മുക്കം മുസ്ലിം യതീംഖാന ആവട്ടെ, ഏതേത് സ്ഥാപനങ്ങൾ നടന്നു നോക്കിയാലും അവിടെയൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കയ്യൊപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ബഹുമാനപ്പെട്ട വായിച്ചാൽ ഒരു കമാനം വേണമെന്ന് പറഞ്ഞു. അന്ന് ഈ വിനീതൻ പ്രവാസ ലോകത്ത് ഗൾഫിൽ ജോലി ചെയ്യുക. ഇവിടുത്തെ പ്രവർത്തകർ KP അടക്കമുള്ള, ഞങ്ങളുടെ അഭിമന്യനായ സെക്രട്ടറി KP അടക്കമുള്ള പ്രവർത്തകർ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി വായിച്ചയൊക്കെ പറയുന്നുണ്ട്. ഞാനൊക്കെ പറഞ്ഞു, വായിച്ചയൊക്കെ പറഞ്ഞാൽ നമ്മുടെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നേ. അദ്ദേഹം ഉദ്ദേശിച്ച പോലെ വളരെ മനോഹരമായ ഒരു കമാനം, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഒരു കമാനം ഈ സ്ഥാപനത്തിന് ഒരു പൊന്നരഞ്ഞാണം പോലെ കെട്ടിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു. പടച്ചോന്റെ തൗഫീഖ. അപ്പൊ ഞങ്ങളൊക്കെ അതിൽ വേണ്ട വിധം പങ്കെടുത്തു, പങ്കാളികളായി കഴിയാമെന്ന് സഹായിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേപോലെ ഇവിടുത്തെ കുടിവെള്ള പദ്ധതിക്ക് നമ്മുടെ സഹകരണം ആവശ്യമാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചപ്പോൾ അതിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്തു. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ചെയ്യാൻ തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കുറെ ആളുകൾ ഈ സ്ഥാപനവുമായി ഇനിയും നല്ല ഒരു ബന്ധം, ഒരു പുനർബന്ധം തന്നെ സ്ഥാപിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഈ അവസരത്തിൽ അത് പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് ഇവിടെ പറയുകയാണ്, പൂർവ്വ വിദ്യാർത്ഥികളുടെ പിന്തുണ എന്നും എപ്പോഴും എല്ലാ കാലവും ഞങ്ങളുടെയൊക്കെ ജീവിതാന്ത്യം വരെ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ഇനി കൂടുതലായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാനില്ല. വായിച്ചാക്ക എന്നത് കേവലം ഒരു അക്ഷരമല്ല, അദ്ദേഹം ഒരു മഹാപ്രസ്ഥാനം തന്നെയാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് വായിച്ചാക്ക. KB മുഹമ്മദ് ഹുസൈൻ. ആ പുസ്തകത്തിൽ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചു പോയ സുപ്രഭാതം ദിനപത്രത്തിന്റെ നട്ടെല്ലുള്ള ചീഫ് എഡിറ്റർ, ഇന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം, പത്രാധിപ മേഖലയിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന നല്ല അന്തസുറ്റ ലേഖനങ്ങളെ കൊണ്ട് പത്രത്താളുകളെ സമ്പുഷ്ടമാക്കുന്ന പത്രാധിപനായ TP ചെറുപ്പ ഇവിടെ വന്നുപോയി എന്ന് ഞാൻ അറിഞ്ഞു. സത്യത്തിൽ ജലാലി ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ടാവും. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ചില നോട്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ പ്രസംഗം ശരിക്കും കേൾക്കണമെന്ന് ആഗ്രഹിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹം പോയി എന്നറിഞ്ഞത്. അദ്ദേഹം വായിച്ചാക്ക എന്ന പുസ്തകത്തിൽ വായിച്ചാക്കയെ പരിചയപ്പെടുത്തുന്ന ഒരു ലേഖനുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം കൊടുത്ത തലക്കെട്ട് വാഴക്കാടിന്റെ മദർ തെരേസ എന്നാണ്. വായിച്ചാക്കാനെ കുറിച്ച് അദ്ദേഹം എഴുതിയത് വാഴക്കാടിന്റെ മദർ തെരേസ. മദർ തെരേസയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. കൽക്കത്തയിലെ തെരുവുകളിൽ അസുഖങ്ങൾ പേറി കഴിഞ്ഞിരുന്ന കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് കുഷ്ഠരോഗത്തിന് അടിമയായ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യത്നിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. അപ്പൊ മദർ തെരേസ ഒരിക്കൽ ഒരു കുബേരന്റെ വീട്ടിൽ ചെന്ന് ഈ മക്കളെ പരിപാലിക്കാൻ വേണ്ട ഫണ്ട് ചോദിച്ചു ചെന്നു. ഫണ്ട് ചോദിച്ചു ചെന്നപ്പം ആ കുബേരൻ ഇവരെ വല്ലാതെ ഫലിച്ചു, ഒരുപാട് ചീത്ത പറഞ്ഞു, വഷളത്തരത്തിലാക്കി, കുറെ ശകാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ യാചിച്ച് നടക്കാൻ എന്ന് പറഞ്ഞു. അപ്പോഴീ മദർ തെരേസ കുലുങ്ങിയില്ല. നമ്മളൊക്കെ ഒരു പിരിവിന് ചെന്ന് ഒരു വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്തത് കേട്ടാൽ ഉടനെ നമ്മളവിടുന്ന് പടിയിറങ്ങും. പക്ഷെ ഇവരതൊന്നും ചെയ്തില്ല. അതൊക്കെ കേട്ടതിന് ശേഷം
പുഞ്ചിച്ചുകൊണ്ട് ആ കുബേരനായ ആ പണക്കാരനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, എനിക്ക് നിങ്ങൾ തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു, എനിക്ക് നിങ്ങൾ തരാനുള്ളതൊക്കെ നിങ്ങളുടെ വാക്കുകളിലൂടെ തന്നു കഴിഞ്ഞു. ഇനി എൻ്റെ മക്കൾക്ക് നിങ്ങൾ വല്ലതും തരുമോ? ഞാൻ ചോദിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആ മക്കൾക്ക് നിങ്ങൾ വല്ലതും തരുമോ എന്ന് ചോദിച്ചപ്പോ എളിപ്പനായി കുബേരൻ അദ്ദേഹം സ്വയം ചിന്തിച്ചു. അതിനുശേഷം അദ്ദേഹം നല്ലൊരു ഫണ്ട് ആ കുട്ടികളെ പരിലാളിക്കാൻ വേണ്ടി കൊടുത്തു. ഇതേ അവസ്ഥ പലപ്പോഴും ബഹുമാനപ്പെട്ട വായിച്ചയാൾക്ക് നേരിടാറുണ്ട്. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി പലപ്പോഴും പലരുടെ മുന്നിൽ പോയി ഈ കുട്ടികളെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവരിൽ നിന്ന് തുക സ്വാംശീകരിച്ചു കൊണ്ടുവന്നാണ് ഈ മക്കളെ പോറ്റിയുന്നത്. ബാപ്പാജിയുടെ പറഞ്ഞല്ലോ, അദ്ദേഹം ആദ്യമായി ബിരിയാണി കഴിച്ച കഥ. എന്നാൽ ഹക്ക് പറയട്ടെ, ഞാൻ എൻ്റെ വായിലേക്ക് ആദ്യമായി ബിരിയാണി കഴിച്ചതും ബഹുമാനപ്പെട്ട വായിച്ചാക്കയുടെ വീട്ടിൽ നിന്നായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, ഇനി ബേബിയുടെ കല്യാണമാണോ ഏതോ ഒരു മക്കളെ കല്യാണം. ആ മക്കളെ കല്യാണത്തിന് ഞങ്ങൾ അന്ന് എത്തിക്കാനുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോയി. ഇവിടുന്ന് ഇങ്ങനെ ആ താഴെ എന്താ ഇറക്കുള്ള ഈ ഭാഗത്തേക്ക് പറയുന്നറിയില്ല, ഓർമ്മയിലില്ല. അതിൻ്റെ ഒരു നടപ്പാലുണ്ടായിരുന്നു, അതിലെ നടന്ന് ഞങ്ങൾ പോയി. അന്ന് നല്ല പോലെ അലങ്കരിച്ചൊരു പന്തലുണ്ടായിരുന്നു, അവിടുന്ന് ബിരിയാണി കഴിച്ചു. ആ ബിരിയാണിയുടെ നടുവിൽ ഒരു മുട്ടയുണ്ടായിരുന്നു, ഒരു 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 പിഞ്ഞാണം കൊണ്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ച ഒരു ബിരിയാണി, ഒരു ഉണ്ട, അങ്ങനെയൊക്കെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുക. അന്നത്തെ ആ ബാല്യകാല സ്മരണകളാണ് നിങ്ങളോട് പൂക്കണം. അപ്പൊ ഞാനും ആദ്യമായിട്ട് ബിരിയാണി കഴിച്ചത് ബഹുമാനപ്പെട്ട വായിച്ചേക്കയുടെ കൈകൊണ്ടാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അത്യാവശ്യം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഭാഷ പറഞ്ഞ കുറച്ചൊക്കെ ഒന്ന് പാട്ട് പാടാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ടാപ്പ് റിക്കാർഡ് ഓൺ ചെയ്തിട്ട്, ആ പഴയ ടാപ്പ് റിക്കാർഡ് ഉണ്ടാവും, അതിൽ ആ റെഡ് ബട്ടൺ ഞെക്കിയിട്ട് എന്നോട് ഇങ്ങനെ ആംഗ്യം കാണിക്കും, പാടിക്കോ പാടിക്കോ എന്ന് പറയും. ഈ പാട്ട് എന്തിനാരും അദ്ദേഹത്തിന് കേൾക്കാനല്ല, എത്തിക്കാനിലെ കുട്ടികൾ പാട്ട് പാടിയത് ഗൾഫിലേക്ക് കാസറ്റ് ആയിട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും 10 രൂപ ഈ കുട്ടികളെ അന്നത്തിനും അനുബന്ധ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധു ചെയ്തിരുന്നത്. അങ്ങനെ എത്ര ത്യാഗങ്ങൾ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മാവൂർ ഗോളി റയണസിലേക്ക് അവിടെ നിന്ന് പുക വന്നപ്പെടുക, അതേപോലെ മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടായി. ചാലിയാറിന്റെ പൊന്നോമന പുത്രൻ എന്ന് വിശേഷിച്ച വാഴക്കാട്ടുകാർക്കൊക്കെ സുപരിതനായ KR റഹ്മാൻ സാഹിബിനൊപ്പം സമരം നടത്തി. അന്ന് ആ സമരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ആ യാത്രയിൽ ഉസ്താദിന് ഓർമ്മ ഉണ്ടാവും, ഞങ്ങളൊക്കെ പോയിരുന്നു, കുട്ടികളൊക്കെ പോയിരുന്നു. അന്ന് അവിടെ വെച്ചൊരു തീപ്പൊരി പ്രസംഗം. അവസാനം പലരും ഇടപെട്ട് വായിച്ചാക്കിയെ പിടിച്ചു മാറ്റുക ചെയ്തത്. നിർത്തൂല, ചില സമയത്ത് അങ്ങനെയാണ്. ചോപിച്ചു കഴിഞ്ഞാൽ ചോപം അങ്ങോട്ട് കയറിയാൽ ആരാണെന്ന് നോക്കില്ല. നിലപാടുകൾ വെട്ടി തുറന്ന് പറയുന്നതിൽ അശേഷം മടിയില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു ബഹുമാനത്തെ വായിച്ചാക്ക. ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? ഈ സമുദായത്തിന് വേണ്ടിയായിരുന്നു, ഞങ്ങൾക്ക് അന്നം തരാൻ വേണ്ടിയായിരുന്നു, ഞങ്ങൾക്ക് ഒരു നേരം പോലും പട്ടിണി വരരുതെന്ന ഉൾക്കടലമായ അഭിലാഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ ആ സ്മര്യ പുരുഷനെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്നും എപ്പോഴും നമ്മുടെ കൂട്ടായി കരുതി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സ്ഥാപനത്തിന്റെ യശസ് ഉയർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും തെറ്റിദ്ധാരണകളുടെ പിന്നിൽ പോയി നമ്മുടെ സമയം കളയരുത്. സ്ഥാപനത്തെ കരിവാരിത്തേക്കരുത്. അതിന് നമ്മളൊരിടയായി മാറാൻ പാടില്ല, ഒരിക്കലും പാടില്ല. സത്യം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിന്റെ കവാടങ്ങൾ എപ്പോഴും തുറന്നിട്ടിരിക്കല്ലേ. നമുക്ക് എപ്പോഴും വരാലോ, കാര്യങ്ങൾ ചോദിക്കാലോ, അറിയാലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന എന്ത് തന്നെയായാലും ശരി, നമുക്ക് അന്നമൂട്ടിയ, നമുക്ക് ഇൽമ പകർന്നു തന്ന സ്ഥാപനം, നമ്മെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, നമ്മുടെ വായിലേക്ക് ഭക്ഷണം എത്തിച്ചു തന്ന ഇതിന്റെ സംഘാടകരെ അല്ലെങ്കിൽ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, അവരോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മറന്നു പോകരുതെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നോട് 1, 2, 3 വട്ടം ഉപദേശിച്ചുകൊണ്ട് എൻ്റെ കൂടെ വന്ന എൻ്റെ സഹപ്രവർത്തകരോട് ഉണർത്തിക്കൊണ്ട് ഈ സദസ്സിനോട് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള അഗൈതവുമായ നന്ദി കടപ്പാടം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.